വന്ദേമാതരം ചൊല്ലണമെന്നുള്ളവർക്ക് ചൊല്ലാം. അത് ചൊല്ലണ്ട എന്ന് വിചാരിക്കുന്നവർ ചൊല്ലേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച എപ്പോഴും. അതല്ല, അതിപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പാർലമെൻറ്റിൽ അത് അവർ പാസ്സാക്കിയല്ലോ. പാസ്സാക്കുകയും അതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ 3 വർഷം കഠിന തടവ് എന്നുള്ള രീതിയിലൊക്കെയുള്ള നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഭരണഘടനയിൽ ആണ്, ഞാൻ പറയുന്നത് ഭരണഘടനയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഭരണഘടനയിൽ ദേശീയ ഗാനത്തെയാണ് ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന പറയുന്നത് ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അതേസമയം വന്ദേ മാതരത്തിനെ പിന്നെ അത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലിക്കോട്ടെ, അത് എല്ലാവരെയും നിർബന്ധിക്കരുത് എന്ന് ഇപ്പോഴല്ല. പണ്ട് കോൺഗ്രസിൻ്റെ നാഷണൽ കമ്മിറ്റി, അന്നത്തെ കമ്മിറ്റിയിൽ നെഹ്റു ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് അന്ന് രവീന്ദ്രനാഥ് ടാഗോർ അടക്കം ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഭാഗം ചൊല്ലാം, ഏത് ഭാഗം ചൊല്ലണ്ട എന്നൊക്കെ പറയുന്ന ധാരാളം ചർച്ചകളൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അതൊന്നും പരിശോധന വിധേയമാക്കുന്ന ഒരു സന്ദർഭമല്ല ഇത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ 3 വർഷത്തെ കഠിന തടവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെന്ത് നിലപാട് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും പറയുന്നില്ല. അപ്പം ദേശീയ ഗാനമല്ലേ ശരിക്കും നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യം. അപ്പോൾ ദേശീയ ഗാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും. അതേപോലെ വന്ദേമാതരം ചൊല്ലണമെന്നുള്ളവർക്ക് ചൊല്ലാം. അത് ചൊല്ലണ്ട എന്ന് വിചാരിക്കുന്നവർ ചൊല്ലേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ല, മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി പിന്നെ ഇറക്കിയ ഉത്തരവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആദ്യം അറിയണം. അതൊരു പിന്നെ നിയമം പാസ്സായതിൻ്റെ ഭാഗമായിട്ടാണോ അതല്ല സ്വമേധയാ അദ്ദേഹം തീരുമാനിച്ചാണോ എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്.